ഇനി നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് ഏകദേശം 8 ലെക്ചേഴ്സ് ഉണ്ടാകും. ഞാൻ ഏതൊക്കെ ക്ലാസ്സാണ് ഏതൊക്കെ ടോപ്പിക്കാണ് ഓരോ ക്ലാസ് എടുക്കുന്നതെന്ന് ആദ്യം പറയാം. ക്വാണ്ടം മെക്കാനിക്സിൽ ആദ്യം നമ്മൾ വെക്റ്റർ സ്പേസ്, ആദ്യത്തെ ലെക്ചറിൽ വെക്റ്റർ സ്പേസ്, ഹിൽബർട്ട് സ്പേസ് ഡിസ്കസ് ചെയ്യും. അത് ഈ ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ലെക്ചറിൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ക്ലാസ്സിൽ ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സ്, മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സ്, അത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തന്നെ സ്പിൻ പാർട്ടുണ്ട്, പോളി സ്പിൻ മെട്രിസസ്, പിന്നെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം, ഇത്രയും ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ അടുത്ത വരുന്ന ക്ലാസ്സിൽ ഡിഫറൻഷ്യൽ ആൻഡ് ടോട്ടൽ ക്രോസ് സെക്ഷൻ, ഓപ്റ്റിക്കൽ തിയറം. പിന്നെ വരുന്ന ക്ലാസ്സിൽ ഹാർമോണിക് പെർട്ടുർബേഷൻ, ഇൻട്രാക്ഷൻ ഓഫ് ആറ്റം വിത്ത് ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ അതിലുള്ള ടോപ്പിക്കാണ് ഇൻഡ്യൂസ്ഡ് എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അത് കഴിഞ്ഞിട്ട് അൺഹാർമോണിക് ഓസിലേറ്റർ, സ്റ്റാർക്ക് ആൻഡ് സീമാൻ എഫക്റ്റ് ഇൻ ഹൈഡ്രജൻ ആറ്റം. പിന്നെയുള്ള ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹോൾ തിയറി, വാലി ഇക്വേഷൻ ആൻഡ് ക്ലീൻ ഗോർഡൻ ഇക്വേഷൻ, ചാർജ് ആൻഡ് കറണ്ട് ഡെൻസിറ്റീസ്, ഇത്രയും ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര ലെക്ചർ ഉണ്ടാവും? 1 2 3 4 5 6 7 8 ലെക്ചേഴ്സ് ഉണ്ടാവും. 8 ടെസ്റ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്റ്റർ സ്പേസ്, പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സ്പേസാണ് ഹിൽബർട്ട് സ്പേസ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ PDF കോപ്പി ഓൾറെഡി നിങ്ങൾക്ക് ഉള്ള PDF കോപ്പി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബേസായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യനാണ്, അല്ലാതെ ഡീപ്പ് ലെവലിലെ ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. പക്ഷെ കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ക്ലാസ്സിൽ മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ വെക്റ്റർ സ്പേസ് എന്താണ് പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഡെഫിനിഷന് പഠിച്ചു വെക്കാതെ എന്താണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിരിക്കും. ഓൾറെഡി നിങ്ങൾ ഈ വെക്റ്റർ സ്പേസിനെ കുറിച്ച് MSc മാത്തമാറ്റിക്കൽ ഫിസിക്സിലും പിന്നെ ക്വാണ്ടം മെക്കാനിക്സിൽ ആസ് എ പാർട്ട് ഓഫ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അതിൻ്റെ മാത്തമാറ്റിക്കൽ പാർട്ടിലും നിങ്ങൾ വെക്റ്റർ സ്പേസ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് പഠിച്ചു, അതിൻ്റെ ഡെഫിനിഷന് നിങ്ങൾ ചിലപ്പോൾ എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ എന്താണ് ആ കോൺസെപ്റ്റ്, എന്താണ് അതുകൊണ്ട് വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആരോടെങ്കിലും നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിസിക്സ് പഠിച്ച ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ സബ്ജക്റ്റിലുള്ള ആൾ, എന്താണ് ഈ വെക്റ്റർ സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളെന്ത് പഠിച്ചിട്ടില്ല, അതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയില്ല, എന്താണ് ഈ സാധനം എന്ന് മനസ്സിലാക്കിയിട്ടില്ല. പകരം ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷൻ അതേപോലെ മെമ്മറൈസ് ചെയ്തു, പിന്നെ 1-2 എക്സാമിനേഷനിലെ പോയിന്റുകളൊക്കെ ഒരുമിച്ച് ഞങ്ങൾ പോയി. അതുകൊണ്ട് നമുക്ക് എന്തറിയില്ല, വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഹിൽബർട്ട് സ്പേസിനെ കുറിച്ച് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഡീറ്റെയിൽഡ് ലെക്ചർ ഉണ്ടായിരുന്നു. ആ മുഴുവൻ ലെക്ചറും യൂട്യൂബിലുള്ള മുഴുവൻ ഓൾഡ് ലെക്ചേഴ്സ് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുക ഇതായതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്തു. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ലെക്ചർ സീരീസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ. അത് ഹിൽബർട്ട് സ്പേസിൻ്റെ ലെക്ചേഴ്സിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് പേരുകൾ അതിനെ ഇതാക്കിയിട്ടുള്ള ലെക്ചറായിരുന്നു അത്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞുതരാം, പിന്നെ അതിൽ നമുക്ക് എന്താണ് എക്സാമിനേഷന് ചോദിക്കുക അത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ഹിൽബർട്ട് സ്പേസ്, ഞാൻ ഇതിൻ്റെ എക്സാമ്പിൾ യൂക്ലിഡിയൻ വെക്റ്റർ സ്പേസിൻ്റെ ഒരു എക്സാമ്പിളാണ് യൂക്ലിഡിയൻ സ്പേസ്. അപ്പോൾ ഈ യൂക്ലിഡിയൻ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക, ഇപ്പോൾ പേര് കേൾക്കുമ്പം നിങ്ങൾക്ക് തോന്നുന്നു ഇത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത പേരാണല്ലോ എന്നുള്ളത്. യൂക്ലിഡിയൻ സ്പേസ് അപ്പം ഇത് നമ്മൾ ഈ പേര് മാത്രം അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൂ, പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. യൂക്ലിഡിയൻ സ്പേസ് ഇതൊരു വെക്റ്റർ സ്പേസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അറിയും. ഇപ്പം നമ്മൾ ഒരു 2 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം എടുക്കാം. 2D എടുക്കാം, 3D എടുക്കാം. ഒരു 2 ഡയമെൻഷൻ. ഇപ്പോൾ ഓരോ വെക്റ്റർ സ്പേസിനും അതിൻ്റെ ഡയമെൻഷൻ ഉണ്ടാവും.
ഞാനൊരു 2D സ്പേസ് എടുക്കുകയാണ്. അപ്പോൾ 2D സ്പേസിൽ ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി, ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുകയാണ്, ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി. ഇത് y ആക്സിസ് ആണെന്ന് കരുതുക, ഇത് x ആക്സിസ് ആണ്. അപ്പോൾ ഈ പോയിന്റിൽ ഇവിടുന്ന് ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിനിൽ നിന്ന് ഞാൻ ഈ പോയിന്റിലേക്ക് വരക്കുന്ന ഒരു വെക്റ്റർ ഉണ്ടല്ലോ. ലെറ്റ് ഈ പോയിന്റിൻ്റെ x കോർഡിനേറ്റ് 2 ആണ്, y കോർഡിനേറ്റ് 3 ആണെന്ന് കരുതുക. അപ്പോൾ ഈ വെക്റ്റർ ആയിരിക്കും 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ്. ഇതാണ് ഈ വെക്റ്റർ. x കോർഡിനേറ്റ് 2 ആകുമ്പോൾ 2i ക്യാപ്പ് എന്ന് വരും, y കോർഡിനേറ്റ് 3 ആണെങ്കിൽ 3j ക്യാപ്പ്. ഈ വെക്റ്റർ ഉണ്ടല്ലോ, ഈ വെക്റ്റർ എന്താണ്? ഈ സ്പേസിലൊരു മെമ്പറാണ്. ഈ യൂക്ലിഡിയൻ സ്പേസിൽ ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത ഈ യൂക്ലിഡിയൻ സ്പേസിലെ ഒരു മെമ്പറാണ് എന്ത്? ഈ വെക്റ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ ഇൻഫനൈറ്റ് നമ്പർ ഓഫ് വെക്റ്റേഴ്സിൻ്റെ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഓരോ വെക്റ്റർ സ്പേസിനും മാത്രമല്ല ഹിൽബർട്ട് സ്പേസ് അതിൻ്റെ ഒരു സബായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടെ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. യൂക്ലിഡിയൻ സ്പേസിൻ്റെ അതിൻ്റെ നമുക്കൊരു സബായിട്ട് പറയാം. അപ്പോൾ ചെറിയ 1-2 എലമെൻറ്റുകൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹിൽബർട്ട് സ്പേസ് ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ പ്രത്യേകത തന്നെ പറയാം. എല്ലാ സ്പേസിനും ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് അറിയാം? അതിനൊരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ, കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് എന്താണ്? ബ്രിക്സ് ഉണ്ടല്ലോ, നമ്മൾ വെക്കുന്ന കല്ല്. അതായത് നമ്മൾ എന്താണോ ബേസിക്കലായിട്ട് അടുക്കി വെച്ചിട്ട് കണ്ട് നമ്മളെ ചുമരുണ്ടാക്കുന്നത്, വാളുണ്ടാക്കുന്നത്, ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് കൂടി ചേർന്നിട്ടല്ല നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക. അതിനാണ് ബേസിസ് എന്ന് പറയും. അപ്പോൾ എല്ലാ വെക്റ്റർ സ്പേസിനും അല്ലെങ്കിൽ എല്ലാ സ്പേസിനും, നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്ന എല്ലാ സ്പേസിനും എന്തുണ്ടാവും? ഒരു ബേസിസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താണ് ആ ബേസിസ് അറിയാം? ഇത് വേണം 2 ഡയമെൻഷനിൽ എടുക്കണം. 2 ഡയമെൻഷനിൽ ഐ ക്യാപ്പ് അതിൻ്റെ ബേസിസ് ആണ്. അതായത് യൂണിറ്റ് വെക്റ്റർ അലോങ് എക്സ് ആക്സിസ്, ജെ ക്യാപ്പ് യൂണിറ്റ് വെക്റ്റർ അലോങ് വൈ ആക്സിസ്. ഇതാണ് ഇതിലെ ബേസിസ്. ഈ ബേസിസിൻ്റെ ലീനിയർ കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന പോയിന്റുകൾ മാത്രമാണ് ഈ സ്പേസിൽ ഉണ്ടാവുള്ളൂ. ഇത് നോക്ക്, ഈ പോയിന്റ് ഇതൊരു വെക്റ്റർ അല്ല, ഈ സ്പേസിലൊരു വെക്റ്ററാണിത്. ഇപ്പോൾ ഇവിടെ നോക്ക്, 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ്. ഇനി ഇവിടെ നിങ്ങളൊരു ഇവിടെ ഒരു പോയിന്റ് എടുക്കാം. ഇവിടെ പോയിന്റ് എടുക്കുമ്പോൾ ഇത് x ഈക്വൽ ടു ഇമാജിൻ -3 ആണ്, y ഈക്വൽ ടു 1 ആണെന്ന് കരുതുക. അപ്പോൾ ഈ വെക്റ്ററും ഈ സ്പേസിലൊരു മെമ്പറാണ്. അപ്പോൾ -3i ക്യാപ്പ് പ്ലസ് 1j ക്യാപ്പ്. അപ്പം ബേസിസ് എന്ന് പറഞ്ഞാൽ ഐ ജെ എന്ന് പറഞ്ഞാൽ ഈ വെക്റ്റർ, ഇപ്പോൾ നമ്മൾ യൂക്ലിഡിയൻ സ്പേസ് എന്ന് പറഞ്ഞാൽ അതിൽ ഐ ജെ കെ 3 എന്തുണ്ടാവും? 1D യൂക്ലിഡിയൻ സ്പേസ് ഉണ്ട്, 2D ആണെങ്കിൽ ഐ ആൻഡ് ജെ ഏതെങ്കിലും 2 വെക്റ്റർ, പിന്നെ 3D ആണെങ്കിൽ ഐ ജെ കെ 3 യൂണിറ്റ് വെക്റ്റേഴ്സ്. അപ്പോൾ ഈ 3 യൂണിറ്റ് വെക്റ്റേഴ്സും ഇതിലെ മെമ്പേഴ്സാണ്. അത് കൂടാതെ അതുണ്ടാക്കുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷൻസും ഈ സ്പേസിലെ മെമ്പേഴ്സാണ്. അപ്പോൾ ഇൻഫിനൈറ്റ് ഇതിലെ എല്ലാ പോയിൻറ്റും ഒരേ വെക്റ്റർ അല്ലേ? ഇപ്പോൾ നോക്ക്, ഇപ്പോൾ ഞാനിവിടെ ഒരു പോയിന്റ് വെച്ചു, ഇത് ഇമാജിൻ x ഈക്വൽ ടു 4 ആണെന്ന് കരുതുക. അപ്പോൾ ഈ വെക്റ്റർ എന്തായിരിക്കും? 4i ക്യാപ്പ്. അപ്പോൾ ഈ സ്പേസിലെ നമ്മളിവിടെ 2D ആണ് വരച്ചത്. അപ്പോൾ ഈ സ്പേസിലെ എല്ലാ മെമ്പറും എന്താണ്? ഒരു വെക്റ്ററാണ്. അപ്പോൾ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് വെക്റ്റേഴ്സ് മെമ്പറായിട്ടുള്ള ഈ സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ? യൂക്ലിഡിയൻ സ്പേസ്, അല്ലെങ്കിൽ ഇതിനെ കാർട്ടീഷ്യൻ സ്പേസ് എന്നും കൂടെ പറയട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സ്പേസ് നമ്മൾ ഈ സ്പേസിനെ ഞങ്ങളൊരു സ്ട്രക്ചറായിട്ട്, ഒരു ബിൽഡിംഗ് ആയിട്ട് എടുക്കുക. ഈ ബിൽഡിംഗ് നമ്മൾ എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്? എന്ത് ബേസായിട്ട് ഉണ്ടാക്കിയത്? 2 യൂണിറ്റ് വെക്റ്റർ ബേസായിട്ട് ഉണ്ടാക്കിയത്. ഐ ക്യാപ്പും ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് വെക്റ്റേഴ്സ് ബേസായിട്ടാണ് നമ്മൾ ഇതിനുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ യൂണിറ്റ് വെക്റ്റേഴ്സ് ബേസായിട്ടുള്ള പിന്നെ അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ യൂണിറ്റ് വെക്റ്റേഴ്സും ഇതിലെ മെമ്പറാണ്. പിന്നെ അത് കൂടാതെ അതുണ്ടാക്കുന്ന ലീനിയർ കോമ്പിനേഷൻസ് ഒക്കെ ഇതിലെ മെമ്പറാണ്. ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് കൺസെപ്റ്റ് വരികയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു സ്ട്രക്ചർ, ഒരു വാൾ ഇങ്ങനെ ഉണ്ടാക്കി, ഒരു വാള് ഇമാജിൻ ഇതിൽ ഇത്രയും ബ്രിക്സ് ഉണ്ട്,
ഇത്രയും ബ്രിക്സ് കൂടി ചേർന്നാണ് ഒരു വാൾ ഉണ്ടാക്കി. അപ്പോൾ ഇതിൽ ഈ ഒരു ബ്രിക്സാണ് എന്ത് ഇതിലെ യൂണിറ്റ് വെക്ടർ എന്നാൽ ബേസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2 യൂണിറ്റ് വെക്ടർ 2 ബേസ് കൂടി ചേർന്നപ്പം കിട്ടുമ്പോൾ ഇത്രയും സ്പേസ് ഉണ്ടല്ലോ, ഇതും ഈ വാളിൻ്റെ മെമ്പറാണ്. ഈ 4 ഇങ്ങനെ കൂടിച്ചേർന്ന് കിട്ടുന്ന സാധനം ഈ വാളിലെ മെമ്പറാണ്. 5 കൂടിച്ചേർന്ന് കിട്ടുന്ന സ്ട്രക്ചറും ഈ വാളിലെ മെമ്പറാണ്. ഈ വാളാണ് നമ്മുടെ സ്പേസ്. ഇതിനാണ് നമ്മൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പേസിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഈ സ്പേസിന് നമുക്ക് പിന്നെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇന്നർ പ്രൊഡക്റ്റ് ഇതിൽ എ ഒരു മെമ്പർ ആണെങ്കിൽ, വെക്ടർ എ ഒരു മെമ്പർ ആണെങ്കിൽ മൈനസ് എയും ഇതിൽ മെമ്പർ ആയിരിക്കും. അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമുക്ക് പറയാൻ വരാം. ഇവിടെ 4i ക്യാപ്പ് ഇതിലൊരു മെമ്പറാണ്. അപ്പോൾ ഈ ഭാഗത്ത് -4i ക്യാപ്പ് ഉണ്ടാവില്ലേ, അതും ഇതിലെന്തായിരിക്കും, ഇതിലെ മെമ്പർ ആയിരിക്കും. ഐയും ജെയും മെമ്പർ ആണെങ്കിൽ i.j മെമ്പർ ആയിരിക്കും. ആറും 2 വെക്ടർ ഉണ്ടായിരുന്നു, r1 r2, r1.r2, അതും ഇതിലെന്തായിരിക്കും, ഇതിലെ. അങ്ങനെ ഇതിലെ ഇന്നർ പ്രൊഡക്റ്റ് മറ്റതൊക്കെ അതിന് ഓരോ സ്പേസിനും ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ സാധാരണ വെക്ടർ സ്പേസിൽ ചില വ്യത്യാസമുള്ള സ്പേസാണ് ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുന്നത്. അപ്പം ഈ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഒരു സ്പേസിന് എന്തുണ്ടാകും, ഒരു ബേസിസ് ഉണ്ടാകും. ആ ബേസിസിനെ കൂടിച്ചേർന്നിട്ട്, ഇപ്പോൾ നമ്മളൊരു ബ്രിക്സ് കൂടിച്ചേർന്ന് ഉണ്ടാക്കുന്ന പോലെ ആ ബേസിസിനെ ലീനിയർ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കും, ഒരു സ്പേസ് ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കമ്പൈൻ ചെയ്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന സ്പേസ് ചില പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്കലി അതിന് ഒരു സ്പേസ് എന്ന് പറയുള്ളൂ. ജസ്റ്റ് നമ്മൾ കമ്പൈൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പറയില്ല. അത് ഓട്ടോമാറ്റിക്കലി അത് ചില പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യും. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുമ്പം നമുക്കുണ്ടാകുന്ന അങ്ങനെ നമ്മൾ സ്പേസ് ഉണ്ടാക്കുകയാണെങ്കിൽ ചില ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണ്, ഇപ്പോൾ നമ്മൾ അതിന് ഫൗണ്ടേഷൻ ഇടേണ്ടി വരുമല്ലേ. ഫൗണ്ടേഷൻ ഇടാതെ നേരെ നമ്മൾ സർഫേസിൽ നിന്ന് നേരെ കെട്ടിപ്പൊക്കാൻ പറ്റുമോ, ഇല്ലല്ലോ. ഫൗണ്ടേഷൻ വേണം. പിന്നെ വേറെ ഇടയ്ക്കിടയ്ക്ക് തൂണുകൾ, പില്ലേഴ്സ് വേണ്ടി വരും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിനൊരു പ്രോപ്പറായിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ചില പ്രോപ്പർട്ടീസ് മിനിമം വേണ്ടി വരില്ലേ. അപ്പം ഇതേപോലെ തന്നെ നമ്മളൊരു വെക്ടർ സ്പേസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനും എന്തുണ്ടാകും, ചില ബേസിക് പ്രോപ്പർട്ടീസ് അത് ഫോളോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയുള്ളൂ, ഒരു സ്പേസ്, വെക്ടർ സ്പേസ് എന്ന് പറയുള്ളൂ. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഇനി ഞാൻ ഇത് എങ്ങനെ നമ്മൾ പഠിക്കണം പോകണമെന്ന് പറയാം. അപ്പോൾ ഈ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ എ വെക്ടർ സ്പേസ് or linear space is collection of object vectors that can be added together and multiplied by scalar numbers without leaving the space. For example, ഇപ്പോൾ ഇതിൻ്റെ അപ്പോൾ പറഞ്ഞത് തന്നെയാണത്. അപ്പോൾ ഇത് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ബേസിസ്, അതിലെ വെക്ടേഴ്സിൻ്റെ കളക്ഷനാണ്. ക്യാൻ ബി ആഡഡ് ടുഗദർ. അപ്പോൾ 2 വെക്ടേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം, 2 വെക്ടേഴ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ ഓരോ വെക്ടേഴ്സിനെയും സ്കെയിലാറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്കൊരു 2i ക്യാപ്പ് ഉണ്ടെങ്കിൽ ഞാനതിനെ 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 8i ക്യാപ്പ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ 8i ക്യാപ്പും എന്താണ്, ഈ സ്പേസിലെ മെമ്പറാണ്. അതാണ് പറഞ്ഞത് ക്യാൻ ബി ആഡഡ് ടുഗദർ ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ സ്കെയിലാർ വിത്തൗട്ട് ലീവിങ് ദ സ്പേസ്. നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താലോ വേറെ വെക്ടറിനെ കൊണ്ട് ആഡ് ചെയ്താലോ അത് ആ സ്പേസിൽ നിന്ന് എന്താകരുത്, സ്പേസിൽ നിന്ന് പുറത്തു പോകരുത്. അത്തരം അതാണ് ഒരു വെക്ടർ സ്പേസിൻ്റെ ബേസിക് കണ്ടീഷൻ. ടു ബി എ ഫോർമൽ വെക്ടർ സ്പേസ് 10 കണ്ടീഷൻ മസ്റ്റ് ഹോൾഡ് ഇൻക്ലൂഡിങ് 10 axioms എന്നാൽ 10 കണ്ടീഷൻ മസ്റ്റ് ഹോൾഡ് ഇൻക്ലൂഡിങ് അസോസിയേറ്റിവിറ്റി, കമ്മ്യൂട്ടിവിറ്റി ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി, 0 വെക്ടർ. അപ്പോൾ എക്സാമിനേഷൻ ഇതിലെന്താ ചോദിക്കാറോ, വെക്ടർ സ്പേസിൻ്റെ ഡെഫിനിഷൻ മനസ്സിലായല്ലോ. ഈ ഡെഫിനിഷൻ ബേസ്, കാരണം നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാം. ഈ ഡെഫിനിഷൻ ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിലെ പ്രോപ്പർട്ടീസിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ഇതാകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഓരോ പ്രോപ്പർട്ടീസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമുക്ക് 5 അഡിഷൻ റിലേറ്റഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് നമുക്ക് 2 വെക്ടേഴ്സ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഇത് ക്ലോഷർ അണ്ടർ അഡിഷൻ. നിങ്ങളെ പേരൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മനസ്സിലാവും. യു എന്ന് പറഞ്ഞൊരു വെക്ടറാണ്, വി എന്ന് പറഞ്ഞ വേറെ വെക്ടറാണ്. ആ വെക്ടർ സ്പേസ് നമ്മൾ ക്യാപിറ്റൽ വിനെ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്.
ഇപ്പോൾ യു ഒരു വെക്ടറാണ്, വി മറ്റൊരു വെക്ടറാണ്. അപ്പോൾ യു പ്ലസ് വി ഈ രണ്ട് വെക്ടറിനെ ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടൻ്റ് വെക്ടർ ഉണ്ടല്ലോ, അതും നമ്മുടെ സ്പേസിലെ മെമ്പറാണ്. ഫോർ എക്സാമ്പിൾ എനിക്ക് 2i പ്ലസ് 3j എന്ന് പറഞ്ഞൊരു വെക്ടറുണ്ട്, ഒരു വെക്ടർ. രണ്ടാമത്തെ വെക്ടർ ഇമാജിൻ 5i ആണ്. ഈ രണ്ടിനെ ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 7i പ്ലസ് 3j. ഈ ആഡ് ചെയ്ത് കിട്ടുന്ന ഈ വെക്ടർ ഉണ്ടല്ലോ, ഇതും ഈ സ്പേസിലെ മെമ്പറാണ്. അതാണ് ഈ ക്ലോഷർ അണ്ടർ അഡീഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന ന്യൂ വെക്ടറും നമ്മളെ സ്പേസിലെ മെമ്പറായിരിക്കും. അതൊരു കണ്ടീഷനാണ്. പിന്നെ കമ്മ്യൂട്ടേറ്റിവിറ്റി, ഇത് അസോസിയേറ്റിവിറ്റി നിർബന്ധമായി ഓർമ്മിച്ച് വെക്കണം, പേര് ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, കാരണം ചിലപ്പോൾ എക്സാമിനേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കമ്മ്യൂട്ടേറ്റീവ് കണ്ടീഷൻ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ അസോസിയേറ്റീവ് കണ്ടീഷനാണോ കമ്മ്യൂട്ടേറ്റീവിനാണോ എന്നുള്ള സംശയം വരരുത്. യു പ്ലസ് വി ഈ വെക്ടർ സ്പേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ വെക്ടർ സ്പേസിൽ നമ്മൾ യുവിനെ യു പ്ലസ് വി നമ്മൾ 2i പ്ലസ് 3j പ്ലസ് 5i ആഡ് ചെയ്താലും 5i കൂടെ ഫസ്റ്റ് വെക്ടർ ആഡ് ചെയ്താലും നമുക്ക് രണ്ടും സെയിം കിട്ടണം. അപ്പോൾ നോർമലി നമുക്ക് ആലോചിച്ചറിയാം 2 + 5 7 ആണ്, 5 + 2 എന്താണ് 7 ആണ്. a + b = b + a. അതിനാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം യു പ്ലസ് വി വെക്ടേഴ്സിലെ മെമ്പർ ആണെങ്കിൽ വി പ്ലസ് യു സെയിം ആണ് കിട്ടേണ്ടത്. അത് നമ്മുടെ വെക്ടറിലെ ഇതിലെ സ്പേസിലെ മെമ്പർ ആയിരിക്കും. അസോസിയേറ്റിവിറ്റി ഇതും സാധാരണ അഡീഷൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ്. സാധാരണ അഡീഷനിൽ ഇപ്പോൾ ഞാൻ 1 + 3 + 5 എന്ന് കൊടുത്തു, ഐ വിൽ ഗെറ്റ് 9. അതേപോലെ ഇതിൻ്റെ ഓർഡർ തെറ്റ് ചെയ്ത് ഞാൻ കൂട്ടിക്കോ, 5 + 3 + 1 = 9. ഏത് ഓർഡറിൽ എഴുതിയാലും നമുക്ക് സെയിം കിട്ടും. അതിനാണ് നമ്മൾ അസോസിയേറ്റിവിറ്റി ഓഫ് അഡീഷൻ എന്ന് പറയുക, അഡീഷനുമായി ബന്ധപ്പെട്ട അസോസിയേറ്റിവിറ്റി. ഓക്കെ, അപ്പം യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു, അപ്പോൾ നമ്മൾ യു എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ കൂടെ വി പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ റിസൾട്ടിൻ്റെ വെക്ടറിനെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടും യു പ്ലസ് വി ആദ്യം ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിൻ്റെ കൂടെ ഡബ്ല്യു എന്ന് പറഞ്ഞ വെക്ടർ ആഡ് ചെയ്താലും കിട്ടുന്ന റിസൾട്ടും എന്തായിരിക്കണം? സെയിം ആകണം. ഓക്കെ, additive identity. There exists a zero vector such that u plus 0 equal to u for all u. അപ്പോൾ ഇതിൽ നമ്മളൊരു സീറോ വെക്ടറിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏതെങ്കിലും ഒരു വെക്ടറിൻ്റെ കൂടെ സീറോ വെക്ടറിനെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വെക്ടർ എന്തായിരിക്കണം? സീറോ വെക്ടർ ആയിരിക്കണം, സെയിം വെക്ടറാവും. പിന്നെ ഇൻവേഴ്സ്, അഡിറ്റീവ് ഇൻവേഴ്സ്. ഫോർ എവരി വെക്ടർ യു ദർ ഈസ് എ വെക്ടർ -u. ആൻഡ് അപ്പോൾ എല്ലാ വെക്ടറും ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തന്നു നേരത്തെ. നമുക്കൊരു വെക്ടർ 4i ഉണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് -4i നമ്മുടെ വെക്ടർ സ്പേസിൽ ഉണ്ടാകും, നിർബന്ധമായിട്ട് ഉണ്ടാകണം. ഉണ്ടെങ്കിൽ അതിന് നമ്മളത് വെക്ടർ സ്പേസ് ആയിട്ട് പറയുള്ളൂ. അങ്ങനെ ഈ രണ്ട് വെക്ടറും കൂടി ആഡ് ചെയ്താൽ അതിൻ്റെ ഇൻവേഴ്സ് വെക്ടറും ഒരു വെക്ടറും അതിൻ്റെ ഇൻവേഴ്സ് വെക്ടറും ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. ഓക്കെ, ഇതേപോലെയുള്ള പ്രോപ്പർട്ടീസ് എന്തിലും ഉണ്ട്? മൾട്ടിപ്ലിക്കേഷനിലും 5 പ്രോപ്പർട്ടീസ് ഉണ്ട്. ക്ലോഷർ അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഇപ്പോൾ നമുക്കൊരു വെക്ടർ ഉണ്ട്, യു എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്. യു എന്ന് പറഞ്ഞ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. യു എന്ന് പറഞ്ഞു, യു ഈസ് ഈക്വൽ ടു 3i പ്ലസ് 2j എന്ന് പറഞ്ഞ വെക്ടർ. അതിനെ ഞാനൊരു സ്കെയിലാറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇമാജിൻ ഞാനതിനെ 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 5u. അപ്പോൾ 5 × 3 15, 15i, 5 × 2 10, 10j. അപ്പോൾ നമുക്കൊരു സ്കെയിലാർ നമ്പറിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വെക്ടർ ഉണ്ടല്ലോ, ഇതും എന്താകണം? നമ്മുടെ വെക്ടർ സ്പേസിലെ മെമ്പറാണ്. അതാണ് ക്ലോസർ അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി രണ്ടെണ്ണം ഉണ്ട്. സ്കെയിലാർ ഓവർ വെക്ടർ. ഇപ്പോൾ എനിക്കൊരു വെക്ടർ ഉണ്ടെന്ന് കരുതുക, ഇത് a × u + v = au + av. അതായത് ഇപ്പോൾ സെയിം, ഇപ്പോൾ 5 × 3i പ്ലസ് 2j രണ്ട് വെക്ടറാണെന്ന് കരുതുക. 3i ഒരു വെക്ടറാണ്, 2j വേറെ വെക്ടറാണെന്ന് കരുതുക. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 5 × 3i പ്ലസ് 5 × 2j. ഓക്കെ, സ്കെയിലാറിനെ കൊണ്ടുള്ളതാണ്. പിന്നെ വെക്ടർ ഓവർ സ്കെയിലാർ. ഇത് സ്കെയിലാർ ഓവർ വെക്ടറാണ്. തിരിച്ചു ഇങ്ങനെ നമുക്ക് എഴുതാം. അതായത് 3i പ്ലസ് 5j രണ്ട് വെക്ടർ ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് വെക്ടറിൻ്റെ അതിനെ
നമുക്ക് 2 നമ്പറാണിത്. വെക്റ്റർ ഓവർ സ്കെയിലാർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 നമ്പറുണ്ട്, 2 + 3. പിന്നെ ഒരു വെക്റ്റർ ഇമാജിൻ, പിന്നെ ഒരു വെക്റ്റർ നമുക്ക് 3i ക്യാപ്പ് പ്ലസ് j ക്യാപ്പ് എന്ന് പറഞ്ഞ വെക്റ്റർ. ഇതെന്താണെന്ന് അറിയാം, ഇത് 2 × this 2 × 3i ക്യാപ്പ് പ്ലസ് j ക്യാപ്പ്, അതേപോലെ 3 × 3i ക്യാപ്പ് പ്ലസ് j ക്യാപ്പ്. അപ്പോൾ അതാണ് ഈ വെക്റ്റർ ഓവർ സ്കെയിലാർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതും എന്താണ്, ഇത് ഫോളോ ചെയ്യണം. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ആ സാധനಕ್ಕೆ ഈ സ്പേസിലും ഇതിലുള്ള മെമ്പേഴ്സ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. അങ്ങനെ ആണെങ്കിലാണ് ആ വെക്ടറിന് ഇതിലൊരു മെമ്പറാകാൻ പറ്റുള്ളൂ. അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഇതിൽ മെമ്പർ ആയിരിക്കില്ല. പിന്നെ അസോസിയേറ്റിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ നമുക്ക് a × b × u, എ എന്ന് പറഞ്ഞാൽ സ്കെയിലാറാണ്, ബി സ്കെയിലാറാണ്, യു എന്ന് പറഞ്ഞ വെക്ടറാണ്. ab × u രണ്ടും സെയിം ആണ്. ഫോർ എക്സാമ്പിൾ 2 × 3, പിന്നെ ഒരു വെക്ടർ ഉണ്ട്, ഇമാജിൻ ഒരു സിമ്പിൾ 1 ഡയമെൻഷണൽ വെക്ടർ എടുക്കാം, 8i ക്യാപ്പ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2 × 3 × 8i ക്യാപ്പ്. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, രണ്ടും സെയിം ആണ്. ഓക്കെ, പിന്നെ യൂണിറ്ററി വെക്ടർ, യൂണിറ്ററി പ്രോപ്പർട്ടി, ദ സ്കെയിലാർ ഐഡൻറ്റിറ്റി 1 മസ്റ്റ് ബി സാറ്റിസ്ഫൈ 1 × u = u. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ 10 കണ്ടീഷനിൽ നിങ്ങൾ ഏറ്റവും ഓർമ്മിച്ച് വെക്കേണ്ട അസോസിയേറ്റിവിറ്റി, അഡിറ്റിവിറ്റി, കമ്മ്യൂട്ടേറ്റിവിറ്റി. ഇത് സ്കെയിലാറിലും പിന്നെ അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. സിമ്പിളാണ്. സാധാരണ നമ്മൾ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബ്രാക്കറ്റുകൾ ചെയ്തിട്ടുള്ള സാധനം തന്നെയാണ് ഇതുള്ളത്. പക്ഷേ പേര് നിങ്ങൾ ഓർമ്മിച്ച് വെക്കൽ നിർബന്ധമാണ്. കാരണം ചിലപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്താണ്, അഡിറ്റിവിറ്റി എന്താണെന്നൊക്കെ, ഡിസ്ട്രിബ്യൂട്ടിവിറ്റി, ഇത് ചിലപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ആ മീനിങ് അറിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളത് എന്താക്കും, ചിലപ്പോൾ മാറിപ്പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അർത്ഥത്തോട് കൂടി എന്താക്കുക, അത് മനസ്സിലാക്കുക. അപ്പോൾ എക്സാമിനേഷൻ 1 മാർക്ക് നമുക്ക് ക്വസ്റ്റ്യൻ കാണുന്ന ഉടനെ തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസർ ചെയ്യാൻ പറയണം. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് PSCയിൽ ടോപ്പ് റാങ്ക് കിട്ടുമല്ലോ. PSCയിൽ ജസ്റ്റ് പാസ്സായിട്ട് ഒരു കാര്യമില്ല, ടോപ്പ് റാങ്കിൽ വന്നാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഈ കോച്ചിങ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ലെക്ചേഴ്സ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫിസിക്സ് പഠിപ്പിക്കാനല്ല. നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണുക, നിങ്ങൾ ആൻസർ ചെയ്യുക. അതുകൊണ്ടാണ് ഓരോ ലെക്ചേഴ്സിനും ഓരോ ടെസ്റ്റ് വീതം തരുന്നത്. വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കോച്ചിങ് എടുക്കുകയല്ല. കുറേ ക്ലാസ്സും കുറേ തിയറിയും കുറേ ഡെറിവേഷനും ചെയ്തിട്ട് നമ്മുടെ സമയം ഒരുപാട് കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് യൂസ്ലെസ് ആയിട്ടുള്ള കണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും എല്ലാ ഇതും അങ്ങനെ തന്നെ ഉണ്ടാവുക. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്ലാസ് എടുക്കുക. അപ്പോൾ കോച്ചിങ് എടുക്കുന്ന കുട്ടികൾ എക്സാം എഴുതി കഴിയുമ്പോൾ അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേനും അവർക്ക് ആൻസർ അറിയണം. ആ രീതിയിലാണ് ക്ലാസ് എടുക്കുക. ഓക്കെ, പിന്നെ സ്ട്രക്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു വെക്ടർ സ്പേസിന് ഉണ്ടാവണം. അപ്പോൾ വെക്ടർ സ്പേസിന് എന്തുണ്ടാവണം, ബേസിസ് ആൻഡ് ഡയമെൻഷൻ. അത് വെക്ടർ സ്പേസിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ബേസിസ് എന്നാണ് ഓൾറെഡി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ യൂക്ലിഡിയൻ സ്പേസ് ആണെങ്കിൽ i ക്യാപ്പ്, j ക്യാപ്പ്, k ക്യാപ്പ് നമുക്ക് അതിൻ്റെ ബേസിസാണ്. അതിൻ്റെ അത് കൂട്ടിച്ചേർന്നിട്ടുണ്ടാവുന്നതാണ് മറ്റെല്ലാ വെക്ടേഴ്സും. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിസ്. പിന്നെ അതിന് ഡയമെൻഷൻ ഉണ്ടാവും. നമുക്കൊരു 1 ഡയമെൻഷൻ ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഒരു ലൈനിൽ നമ്മൾ പോയിന്റ് ഏർപ്പെടുത്തുകയാണെങ്കിൽ ഓൺലി x ആക്സിസിലെ മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ y ആക്സിസിലെ മെമ്പേഴ്സ്, അല്ലെങ്കിൽ z ആക്സിസിലെ മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മളൊരു പ്ലെയിനിലാണ് കൺസിഡർ ചെയ്യുന്നത്, 2 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെങ്കിൽ ഒരു പ്ലെയിനിലെ മെമ്പറേക്കാരം XY പ്ലെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ YZ പ്ലെയിൻ, ZX പ്ലെയിൻ ഒക്കെ ആവാം. 3 ഡയമെൻഷൻ ആണെങ്കിൽ XZ പ്ലെയിൻ. അപ്പം ഒരു വെക്ടർ സ്പേസിന് എന്തുണ്ടാകും, ഒരു വെക്ടർ സ്പേസിന് ഒരു ഡയമെൻഷൻ ഉണ്ടാകും, അതിനൊരു ബേസിസ് ഉണ്ടാകും. അപ്പം എ ബേസിസ് ഈസ് സെറ്റ് ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് that span entire space, meaning every vector in the space can be written as unique combination of them. The number of vectors in this basis is called dimension of the space. Very important ആണ്, ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നതാണ്, എന്നാലും നിങ്ങൾക്ക് ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ആണ്. അതായത് വെക്ടർ സ്പേസിൽ ലീനിയർ ഇൻഡിപെൻഡൻസ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നറിയാം. നമ്മൾ രണ്ട് വെക്ടർ ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് 0 എന്ന് കിട്ടണം. അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ.
പിന്നെ അതിന് വേറെയും ചില ഒരുപാട് മെത്തേഡ് ഉണ്ട് ചെക്ക് ചെയ്യാനുള്ള. ഇപ്പോൾ ജെ സെറ്റിൽ എല്ലാ ബേസിസിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കെയിലാർ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ഐ ജെ കെ ഈ 3 യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് നോക്ക്. ഐ ക്യാപ്പ് ജെ കെ, ഐ ക്യാപ്പ് ഡോട്ട് ജെ ക്യാപ്പ് എന്താണ്? 0 ആണ്. ജെ ക്യാപ്പ് ഡോട്ട് കെ ക്യാപ്പ് എന്താണ്? 0 ആണ്. ഐ ക്യാപ്പ് ഡോട്ട് കെ ക്യാപ്പ് എന്താണ്? 0 ആണ്. കാരണം ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഐ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ ഐ ക്യാപ്പ് ഇൻറ്റു ജെ ക്യാപ്പ് കോസ് 90 ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ 0 എന്ന് വരും. അപ്പോൾ അതെന്താണ്? പരസ്പരം അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ജേനെ നിങ്ങൾക്ക് ഐയുടെ ടൈമിലോ ഐനെ നിങ്ങൾക്ക് ജെയുടെ ടൈമിലോ എഴുതാൻ പറ്റില്ല. പക്ഷെ അത് രണ്ടും കൂടി ചേർന്നിട്ട് വേറൊരു വെക്ടർ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അതാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിനെ എന്തെങ്കിലും സ്കെയിലാറിനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് നമുക്ക് മറ്റൊരു വെക്ടറായിട്ട് എഴുതാൻ കഴിയില്ല. അതിനെ ഞാൻ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് ജെ ക്യാപ്പ് കിട്ടില്ല. ഓക്കെ, ഞാൻ 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് 5 ഐ ക്യാപ്പേ കിട്ടുള്ളൂ. ജെ ക്യാപ്പ് കിട്ടില്ല. അതിനെ എന്ത് ചെയ്താലും എനിക്ക് ജെ ക്യാപ്പ് കിട്ടില്ല. ഒരു സ്കെയിലാറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് ജെ ക്യാപ്പ് കിട്ടില്ല. അതേപോലെ ജെയിനെ എന്ത് ചെയ്താലും എനിക്ക് ഐ ക്യാപ്പ് കിട്ടില്ല. കാരണം അത് പരസ്പരം ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 3 വെക്ടേഴ്സാണ്. അപ്പോൾ ആ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആ വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ബേസിസ് എന്ന് പറഞ്ഞാൽ അത് എവറി വെക്ടർ ഇൻ ദ സ്പേസ് ഈ വെക്ടേഴ്സ് 3 ആവണമെന്നില്ല, എത്രയും ആവാം, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആക്കാം. അപ്പോൾ ഈ വെക്ടേഴ്സ് ഈ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ചെയ്തിട്ടാണ് മറ്റ് വെക്ടേഴ്സൊക്കെ ഇതിലുണ്ടാകുന്നത്. അതാണ് രണ്ടാമത്തെ മീനിങ്. എവരി വെക്ടർ ഇൻ ദ സ്പേസ് ക്യാൻ ബി റിട്ടൺ ആസ് യൂണിക് കോമ്പിനേഷൻ ഓഫ് ദം. പിന്നെ നമ്പർ ഓഫ് വെക്ടേഴ്സ് ഇൻ ദിസ് ബേസിസ് ഈസ് കോൾഡ് ഡയമെൻഷൻ ഓഫ് ദ സ്പേസ്. നോക്ക്, എനിക്ക് ഒറ്റ ബേസിസേ ഉള്ളൂ എന്ന് കരുതാം. ഐ ക്യാപ്പ് മാത്രമേ ഉള്ളൂ. ഐ ക്യാപ്പ് മാത്രമാണെങ്കിൽ 1 ഐ ക്യാപ്പ്, 2 ഐ ക്യാപ്പ്, 3 ഐ ക്യാപ്പ്, 0.5 ഐ ക്യാപ്പ്, ഇതൊക്കെ ആ സ്പേസിലെ മെമ്പർ ആയിരിക്കും. ഒരൊറ്റ ബേസിസേ ഉള്ളൂ. അപ്പോൾ അത് 1D സ്പേസ് ആയിരിക്കും. എനിക്ക് 2 ബേസിസ് ഉണ്ടെന്ന് കരുതുക. ഐ ക്യാപ്പും ജെ ക്യാപ്പും കയ്യിലുണ്ട്. അപ്പോൾ അതൊരു പ്ലെയിൻ ആയിരിക്കും, XY പ്ലെയിനിലുള്ള സ്പേസ് ആയിരിക്കും അത്. എനിക്ക് 3 ബേസിസ് ഉണ്ട്, ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. അപ്പോൾ അത് 3D സ്പേസ് ആയിരിക്കും. കാരണം 3 വെക്ടേഴ്സ് ഉണ്ട്, 3 ഡയമെൻഷൻ ഉണ്ടാവും. ഐ ക്യാപ്പിൽ ഇപ്പോൾ 3D സ്പേസ് ആയിരിക്കും. അപ്പോൾ ഒരു സ്പേസിൽ എത്ര ബേസിസ് ഉണ്ടോ അതാണ് അതിൻ്റെ ഡയമെൻഷൻ. ഒരു ബേസിസ് മാത്രമാണെങ്കിൽ 1 ഡയമെൻഷൻ, 2 ബേസിസ് ആണെങ്കിൽ 2 ഡയമെൻഷൻ, 3 ബേസിസ് ആണെങ്കിൽ 3 ഡയമെൻഷൻ. അപ്പോൾ അപ്പോൾ നമുക്ക് എത്രയും ഡയമെൻഷൻ, ഇപ്പോൾ ഒരു ഇതിൽ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ഡയമെൻഷനും നമുക്ക് ആവാം. അപ്പോൾ നമുക്കൊരു യൂക്ലിഡിയൻ സ്പേസ് ആകുമ്പോൾ നമുക്ക് 3 ഡയമെൻഷൻ മാത്രമേ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡിഫറൻറ്റ് നമ്മൾക്ക് ഹൈപ്പോത്തറ്റിക്കലി വേറെ വെക്ടർ സ്പേസ് ഒക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ഉള്ള ബേസിസ് ഉള്ള സ്പേസും ഉണ്ടാവും. ഹിൽബർട്ട് സ്പേസ് അങ്ങനെ ഒരു സ്പേസാണ്, അത് നമുക്ക് പറയാൻ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ ഓർമ്മിച്ചൊക്കെ ഉണ്ട്. ഇത് ഫോർ എക്സാമ്പിൾ ഇതിൽ പറയുന്നുണ്ട് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറിൻ്റെ സ്പേസ്, 2 ഡയമെൻഷനുള്ള സ്പേസ്. പോളിനോമിയൽ സ്പേസ്, ഒരു പോളിനോമിയലിൻ്റെ പോളിനോമിയലിൻ്റെ ഓർഡർ n ആണെന്ന് പറഞ്ഞെങ്കിൽ n+1 ആയിട്ടുള്ള സ്പേസ് നമുക്കതിലുണ്ടാക്കാം, ഓർ ബി ഇൻഫിനൈറ്റ് ആവാം. പിന്നെ ഓരോ വെക്ടർ സ്പേസിനെയും അതിൻ്റെ സബ് സ്പേസ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് അതിനെ കൺസിഡർ ചെയ്യാം. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് റൂംസ് ഡിഫറെൻ്റ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ അതിൻ്റെ സബ് സ്പേസ് അല്ലേ. അതേപോലെ നമുക്കതിനെ സബ് സ്പേസ് ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ഇത് 0 വെക്ടർ ഈസ് പ്രസൻറ്റ്, ക്ലോസർ ആൻഡർ അഡീഷൻ, ഇറ്റ് ഈസ് ക്ലോസർ ആൻഡ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഡയമെൻഷൻ ഡിഫൈൻ ചെയ്യുന്ന ചിലപ്പോൾ ചില എക്സാംസ് ചോദിക്കാറുണ്ട്. അത് എത്ര ലീനിയർ ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ഉണ്ടോ അതാണ് അതിൻ്റെ ഡയമെൻഷൻ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ യൂക്ലിഡിയൻ സ്പേസിൽ 3D എടുക്കുകയാണെങ്കിൽ 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സേ ഉണ്ടാവുള്ളൂ, ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ബാക്കിയുള്ളതൊക്കെ പരസ്പരം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു സ്പേസിൽ എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ഉണ്ടോ അതാണ് ആ ബേസിസിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിത് ഒറ്റ ക്ലാസ്സിൽ ഹിൽബർട്ട് സ്പേസും ഇതെടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഓക്കെ, ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഹിൽബർട്ട് സ്പേസ്, അത് ജനറലായിട്ടുള്ളത്. ഇപ്പോൾ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്സിലൊക്കെ പെടും. ഹിൽബർട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ സ്പേസിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ നേരെ ക്വാണ്ടം മെക്കാനിക്സിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സോ ദിസ് ക്ലാസ് ഈസ് ഓവർ.